ഏറ്റവും ആഴമുള്ള പ്രകൃതിദത്ത തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം പദ്ധതി കേരളത്തിന് അഭിമാനകരമാണെന്നും രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും വിഴിഞ്ഞം തുറമുഖം MD ദിവ്യ എസ് അയ്യർ IAS പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും അഭിമാനിക്കാൻ വക നൽകുന്നതാണെന്നും അവർ പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതിയുടെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. തുറമുഖത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തുറമുഖത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്നും ദിവ്യ എസ് അയ്യർ അറിയിച്ചു. രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. 1-2 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങും. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ചതാണ് VTMS, അതായത് വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം. കപ്പലുകളുടെ ട്രാഫിക് മാനേജ്മെൻറ്റ് എന്നും ഇതിനെ വിളിക്കാം. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വെസൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നത്. എയർപോർട്ടിൽ എയർ ട്രാഫിക് കൺട്രോൾ പോലെ എവിടെ നിന്ന് ഏത് സമയത്താണ് ഒരു കപ്പൽ കരയ്ക്കടുക്കേണ്ടത് എന്നതിനുള്ള വിശദമായ വിവരം ഇതിലൂടെ ലഭിക്കും. ഓട്ടോമാറ്റിക് സംവിധാനമായതിനാൽ 0 അപകട മേഖലയായി തുറമുഖത്തെ മാറ്റാൻ കഴിയുമെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു. സമുദ്ര ഗതാഗതത്തിൻ്റെ കപ്പൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സംവിധാനത്തെ വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് കപ്പലുകളുടെ തത്സമയ ട്രാക്കിംഗ്. കടൽ ഗതാഗതം കാര്യക്ഷമമായി നിരീക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ഇത് പ്രാപ്തമാക്കുന്നു. കൂട്ടിയിടി സാധ്യതകൾ കണ്ടെത്തുകയും അപകടങ്ങൾ തടയുന്നതിന് അലേർട്ടുകൾ നൽകുകയും ചെയ്യുന്നു. കപ്പലുകളുടെ റൂട്ടുകൾ ആസൂത്രണം ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. യാത്രാസമയം കുറയ്ക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബെർത്ത് അലോക്കേഷൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. തുറമുഖ സൗകര്യങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുന്നതിലൂടെ തിരക്കും കുറയ്ക്കാൻ സാധിക്കും. നിരീക്ഷണം ശക്തമാക്കുന്നതിലൂടെ ഭീഷണി സാധ്യതകൾ കണ്ടെത്തും. അതോറിറ്റിക്ക് അലേർട്ടുകൾ നൽകിയാൽ സിസ്റ്റത്തിൻ്റെ സുരക്ഷയും വർദ്ധിക്കുന്നു. സുരക്ഷിതവും കാര്യക്ഷമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ കാലാവസ്ഥ, കടലിൻ്റെ സാഹചര്യം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങളും സിസ്റ്റം നിരീക്ഷിക്കുന്നു. കപ്പലുകൾക്കും അധികാരികൾക്കും മറ്റ് പങ്കാളികൾക്കുമിടയിൽ തത്സമയ ആശയവിനിമയവും വിവരങ്ങൾ കൈമാറുന്നതിനും ഈ സംവിധാനം വരുന്നതോടെ സാധ്യമാകും. ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, റഡാർ, കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ പോലുള്ള മറ്റ് സംവിധാനങ്ങളുമായി ഈ സിസ്റ്റത്തെ സംയോജിപ്പിക്കാൻ കഴിയും. ഇവ വ്യത്യസ്ത തുറമുഖങ്ങളിലേക്കും ജലപാതകളിലേക്കും വ്യാപിപ്പിക്കാനും മാറിക്കൊണ്ടിരിക്കുന്ന ഗതാഗത പാറ്റേണുകളും നിയന്ത്രണങ്ങളും ഉൾക്കൊള്ളാനും സാധിക്കുന്നു. സമുദ്ര ഗതാഗത മാനേജ്മെൻറ്റിൻ്റെ സുരക്ഷ, കാര്യക്ഷമത, പരിസ്ഥിതി സുസ്ഥിരത എന്നിവ മെച്ചപ്പെടുത്താൻ വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രാപ്തമാക്കുന്നുവെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു.